ഈ കണ്ണാടിപ്പായ നമ്മളൊരു പ്രത്യേക സൈസ് ഈറ്റ വെച്ചാണ് എടുക്കുന്നത്. 7 അടി 8 അടി നീളം മതി ഒരു മുട്ടിന് തന്നെ. അപ്പൊ അതിൽ നിന്ന് ഈ കരിമ്പുള്ളിയുടെ നമ്മളിങ്ങനെ ഒരു ഈറ്റയുടെ കഷ്ണം എടുക്കുവാണെങ്കിൽ ഇതിന്റെ പച്ചപ്പുളിയാണ് ഇത്. ഇതിന്റെ അടുത്ത് 1-2 പുളി മാത്രമേ ഉള്ളൂ ഈ കണ്ണാടിപ്പായ നെയ്യാൻ എടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുക്കും. അപ്പൊ നൈസായിട്ട് സാധനം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചുരുട്ടുവാണെങ്കിൽ പേപ്പറിന്റെ എത്ര കട്ടിയേ വരുള്ളൂ. സാരി ഇട്ടിട്ടുണ്ട് കേട്ടോ, അവിടെ കപ്പ നട്ടിട്ടുണ്ടേ. അപ്പൊ ഇവിടെയൊക്കെ കാട്ടുപന്നി ശല്യം ഉണ്ടെന്ന് തോന്നുന്നു. കാറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടി ഉലഞ്ഞു എന്നുള്ള പാട്ടില്ലേ? അതിന്റെ പാട്ടുണ്ടല്ലേ? മറ്റേ ഒരു പടത്തിനകത്തുണ്ടല്ലോ ആ സാധനം. ആറ്റുവഞ്ചി ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ആറ്റുവഞ്ചി. ഹായ്, ഇജോയാണ്. നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂർ പഞ്ചായത്ത് ചെയ്യുന്ന ഇല്ലന്തടം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. അവിടെ പൈതൃക പട്ടിക ഇടം നേടിയ കണ്ണാടിപ്പായ നിർമ്മാണമൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. വില്ലേജ് ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂലമറ്റത്ത് നിന്ന് ഉപ്പുകുന്ന് കൂടിയാണ് വില്ലന്തണ്ടിലേക്ക് പോകുന്നത്. മൂലമറ്റത്ത് നിന്ന് 15 കിലോമീറ്റർ ദൂരമാണ് കുളമാവിനുള്ളത്. കുളമാവ് കഴിഞ്ഞ് മുത്തരണ്ടയാറ്, അതിനുശേഷമാണ് ഉപ്പുകുന്ന് പോകുന്ന ജംഗ്ഷനിൽ എത്തുന്നത് കേട്ടോ. ഇതാണ് ഉപ്പുകുന്ന് പോകുന്ന ജംഗ്ഷൻ. ഇവിടുന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ഉപ്പുകുന്ന്, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടുക്കി ചെറുതോണിയൊക്കെ പോകാവേ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്, അതിനുശേഷം ഉപ്പുകുന്ന്, അവിടെ നിന്നാണ് നമ്മൾ ഇല്ലന്തണ്ടൊക്കെ പോകുന്നത്. ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് എത്തി കേട്ടോ. ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് നമ്മുടെ എക്കോ സിനിമയിലൂടെ ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ്. വണ്ടി ഇങ്ങനെ ഇടിച്ച് ഒരു അംബാസഡർ കാർ ഇടിക്കുന്ന രംഗമൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാൽ. സന്ധ്യയുമായിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചത് ഈ ഭാഗത്ത് വെച്ചായിരുന്നു. അപ്പോൾ നമ്മൾ കുളമാവിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളിവിടെ കള്ളിക്കൽ ജംഗ്ഷൻ്റെ സ്ഥലത്ത് തിരികെ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ വില്ലന്തടം എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഇതുകൊണ്ട് ഇവിടെ ചെറിയ ഗ്രാമാന്തരീക്ഷത്തിലുള്ള 1-2 കടകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടുന്ന് താഴോട്ട് കാണുന്ന വഴി കൂടെയാണ് നമ്മൾ വില്ലന്തണ്ടിലോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് റോഡ് സൈഡിൽ തന്നെ കരിമ്പ് നട്ട് വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. 2014 പുറത്തിറങ്ങിയ നമ്മുടെ ബിജു മേനോൻ്റെ സിനിമ വെള്ളിമൂങ്ങ ചിത്രീകരിച്ചത് ഇവിടെ കേട്ടോ. ഇവിടെ ഒരു സെറ്റൊക്കെ ഇട്ടായിരുന്നു. അതുപോലെ ഈ കാണുന്ന സ്ഥലത്ത് 2 കടയുടെ ഇടയ്ക്കോടെ ഒരു ജീപ്പ് കയറി വരുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഈ വഴിക്ക് കേട്ടോ ഇല്ലന്തണ്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഇറങ്ങിപ്പോൾ. കോൺക്രീറ്റ് വഴിയല്ലേ ഇതിൽ ബ്രോ? ഇതിവിടെ വലിയൊരു മരന്നിപ്പുണ്ടല്ലോ, വെള്ളപ്പശ. ഇത് വെള്ളപ്പശയല്ലേ? ഒരുപാട് വലിപ്പം ഉണ്ടാകുന്ന മരമല്ലേ? ഭയങ്കര വലുപ്പമാണ്. നമ്മൾ ഇടുക്കിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം കാണാം. അതല്ലേ? പൊങ്ങുമരം. അതിനാണ് ഈ വെള്ളപ്പശ എന്ന് പറയുന്നത്. പൊങ്ങുമരം എന്ന് പറയുന്നത് കാതലില്ലാത്ത സാധനമാണ്. അതല്ലേ? പൊങ്ങുതടിയാ. ഒന്നിനും തീപ്പെട്ടി കമ്പനിക്കാർ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതെയോ? തീപ്പെട്ടി കമ്പനിക്ക് എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒക്കെ അറിയത്തില്ല. ഇവിടെ കാപ്പി കൃഷിയുണ്ട്, കൊക്കോയുണ്ട്. നല്ല ഇറക്കമാട്ടോ. നല്ല തണുപ്പായി. മലയിഞ്ചി ഉണ്ട്. നല്ല കുത്തിറക്കം തോന്നല്ലോ. കുത്തിറക്കം അല്ലെ? വെള്ളമൊക്കെ ഒഴുകി കുറെ കോൺക്രീറ്റ് പോയിട്ടുണ്ടല്ലോ. ഇതല്ലേ വേനൽക്കാലം ആണെങ്കിലും ഇവിടെ നല്ല പച്ചപ്പുണ്ടല്ലേ. മഴക്കാലം ദുരിതം പിടിച്ച യാത്രയാന്ന് തോന്നുന്നു ഇതിലെ. അതെ. വഴി മൊത്തം പ്രത്യേകിച്ച് ഈ കോൺക്രീറ്റ് ഒക്കെ ആയതുകൊണ്ട് മഴക്കാലം ആകുമ്പം ഇത് മൊത്തം പായൽ പിടിച്ച് വണ്ടി കൊണ്ടൊക്കെ ഇറങ്ങി വരാനൊക്കെ പ്രയാസമായിരിക്കും, പ്രത്യേകിച്ച് 2 വീലറൊക്കെ. ഒരു കാർഷിക ഗ്രാമമാണെന്ന് തോന്നല്ലേ? അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഗ്രാമം, പക്ഷെ ഒരു മനുഷ്യനെ കാണാനില്ല. അതെ. എല്ലാവരും ഓരോരോ ജോലികൾ ഏർപ്പെടാക്കുമായിരിക്കും, തൊഴിലുറപ്പിന് പോകുന്നവരോ. അപ്പൊ നമ്മൾ വില്ലന്തണ്ട് എത്തിയപ്പോഴേക്കും ഇവിടെ കണ്ണാടിപ്പായ നിർമ്മിക്കുന്ന ഒരു ചേച്ചി കണ്ടോ. ചേച്ചി പേരെന്നായിരുന്നു? അംബുജം ഭാസ്കരൻ. കണ്ണാടിപ്പായ അതിന്റെ പൈതൃകത്തെ കുറിച്ചൊക്കെ പറയും. ഈ കണ്ണാടിപ്പായ നമ്മളൊരു പ്രത്യേക സൈസ് ഈറ്റ വെച്ചാണ് എടുക്കുന്നത്. 7 അടി 8 അടി നീളം മതി ഒരു മുട്ടിന് തന്നെ. അപ്പൊ അതിൽ നിന്ന് ഈ കരിമ്പുള്ളിയുടെ നമ്മളിങ്ങനെ ഒരു ഈറ്റയുടെ കഷ്ണം എടുക്കുവാണെങ്കിൽ ഇതിന്റെ പച്ചപ്പുളിയാണ് ഇത്. ഇതിന്റെ അടുത്ത് 1-2 പുളി മാത്രമേ ഉള്ളൂ ഈ കണ്ണാടിപ്പായ നെയ്യാൻ എടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എടുക്കും. അപ്പൊ നൈസായിട്ട് സാധനം എടുക്കുന്നതുകൊണ്ട് നമുക്ക് ചുരുട്ടുവാണെങ്കിൽ പേപ്പറിന്റെ എത്ര കട്ടിയേ വരുള്ളൂ ആ പുളിക്ക് ഇങ്ങനെ മടക്കുവാണെങ്കിൽ. അത്രയുള്ള പുളി വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഒരേ സ്ക്വയറിൽ തന്നെ വരണം. ഇത് പയമ്മ സൂചിയില് ഇടനേടിയ കൊണ്ട് ഒരു സ്ക്വയറിന് 1500-600 രൂപയാണ് വില. ഒരു സ്ക്വയറിനല്ലേ? എന്നിട്ട് ഈ തിളക്കമായത് കൊണ്ടാണ് കണ്ണാടിപ്പായ നല്ല തിളക്കമുള്ളതുകൊണ്ടാണ് ഇതിന് കണ്ണാടിപ്പായ നിരാണ്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മള് കല്യാണം, അങ്ങനെ ചോറ്, കൊച്ചിന് ചോറ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഇതിനൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പഴയ കാലങ്ങളിൽ നല്ല രാജാക്കന്മാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സമ്മാനം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചോണ്ടിരുന്ന കേട്ടോ കണ്ണാടിപ്പായ. കണ്ണാടിപ്പായ കൂടാതെ എന്തൊക്കെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്? നമ്മളെല്ലാ സാധനവും ഉണ്ടാക്കും. ഇത് അല്ലേ?
അതിനൊരു ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. അപ്പൊ ഇതിനൊരു ബോക്സും കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ആ, പഴയ കാലത്തെ അലമാരയാണിത്. ആ. തുണിയെല്ലാം മടക്കിയിട്ട് അടച്ചു വെക്കുവാണെങ്കിൽ അന്ന് അലമാരി ഇല്ലല്ലോ. അപ്പൊ ഇതാണ് അലമാരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വലുതായിട്ടുണ്ടാക്കി ഇത് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ തുണി മടക്കി വെക്കും. പിന്നെ വിശറി അല്ലേ? ഇതിന് 2 ഗുണമുണ്ട്. ആ. കറണ്ട് ഇല്ലാത്തപ്പോ വീശുകയും ചെയ്യാം, കറണ്ട് ബില്ല് അടയ്ക്കുകയും വേണ്ട. അത് കൊള്ളാം. ഇത് പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അത് നമ്മള് പെയിന്റ് മുക്കിയിട്ട് നെയ്യുന്നല്ലേ? അതിന് കുറച്ച് പണിയും കൂടി ഉണ്ട്. ഇതെല്ലാം വിശറി ഉണ്ടാക്കുന്നതിന്റെ അല്ലേ? അത് വിശറി ഉണ്ടാക്കുന്നതിന്റെയാണ്. അത് നമ്മള് നേരത്തെ ചെറുപ്പം തൊട്ടേ ചെയ്യുന്ന ആണോ? ഇത് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാന്. പണിയും കൂടെ ഉണ്ട് ഇതിന്. പണി ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ ചേച്ചി, തീരാറാവുന്നുള്ളൂ. ഇതിനൊക്കെ നല്ല മാർക്കറ്റാ. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് എവിടെയാണ്? ഇത് കുടുംബശ്രീന്ന് ഞങ്ങളെ വിളിച്ചു പറയും. എല്ലാ ഫെസ്റ്റിനൊക്കെ ഞങ്ങളെ വിളിക്കും. കഴിഞ്ഞ ദിവസം കുട്ടിക്കാനത്തിലായിരുന്നോ? ആരായിരുന്നു? രാഹുൽ ഗാന്ധി ഒക്കെ വന്നേ. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയെല്ലാം തീർന്നു പോയി. ഇത് മാത്രമേ ഉള്ളൂ മിച്ചം വന്നത്. ബാക്കിയെല്ലാം തീർന്നു. അത് മുറുക്കാൻ പറ്റി. മുറുക്കാനൊക്കെ അതിനകത്ത് വേറെ ഒരെണ്ണം കൂടെ കയറ്റി വെക്കുമ്പോഴത്തേന് ഇതിന്റെ ഒരു സൈഡിൽ പൈസ വെച്ചാലും ആരും കാണില്ല. അതിന് മൂടയും കൊണ്ട് ഉണ്ടാക്കിയില്ല. എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ എത്ര പേര് ഈ നിർമ്മാണ പരിപാടിയിലുണ്ട്? ഇതിപ്പോ ഞങ്ങളൊരു യൂണിറ്റ് ആയിട്ട് 10 പേരെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണം. അപ്പൊ എല്ലാവർക്കും ഇവിടെ വന്നിരുന്ന് ഉണ്ടാക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവര് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. മുറവൊക്കെ ഇരിക്കുന്നുണ്ട് വലുത്. അങ്ങനെ വലിയ ഈ കണ്ണാടിപ്പായ എന്ന് പറയുമ്പോൾ ഒരു വലുത് നമുക്ക് കിടക്കുന്ന അത്ര ഉണ്ടാക്കണമെങ്കിൽ 45,000 രൂപ വിലയാ. അപ്പൊ നമുക്ക് ഇത് കുറച്ചും കൊടുക്കാൻ പറ്റില്ല. ഇത്ര ഒരു സർക്കാർ നമുക്കൊരു അംഗീകാരം തന്നല്ലേ. അപ്പൊ നമുക്കിത് കുറച്ച് കൊടുത്തു കഴിയുമ്പോ അതിന്റെ അംഗീകാരം പോകൂലേ. അപ്പൊ അത് നമുക്ക് കുറച്ചും കൊടുക്കാൻ പറ്റില്ല. ഇത് നമ്മളിപ്പോ ഒരു സ്ലാവ് എന്ന് പറഞ്ഞ ഒരു പൂവ് വെച്ച് മുക്കിയെടുത്താണ്. അപ്പൊ അതിന് നല്ല മഴയത്ത് കിടന്നാലും അങ്ങനെ പൂപ്പിലൊന്നും ആകില്ല. നന്നായിട്ട് വളച്ചാലും ഒടിയാത്ത രീതിയിലുള്ള സാധനം അല്ലേ? ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും. അത് ചെയ്യുവാണെങ്കിൽ അതിന്റെ പൂവ് ഉണങ്ങിയതിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അരിപ്പാറയില് പൂവുണ്ട്. ഞാനത് അവിടെ പോയി എടുത്തുകൊണ്ടുവന്ന് ഉണങ്ങി വെച്ചേക്കുവാ. കഴിഞ്ഞ വർഷം ഉണങ്ങി വെച്ചതാ. അത് നമുക്ക് തിളപ്പിക്കുമ്പോ കുറച്ച് പൂവ് എടുത്തിട്ടാ മതി. നല്ല ഒരു വ്യത്യാസമായിട്ട് കളർ ഇതുണ്ട്. ഇതിന്റെ വെള്ളയല്ലേ, അതിന്റെ വേറെ കളറല്ലേ. ഞങ്ങൾ 2-3 പേര് കൂടി ഒന്നിച്ചു പോയാ വെട്ടുന്നത്. നമുക്ക് അടുത്തൊന്നും ഈറ്റ കിട്ടില്ല. ഒരു 1 മണിക്കൂറൊക്കെ നടക്കണം. ഈ കണ്ണാടിപ്പായ ഉണ്ടാക്കുന്ന അത് പ്രത്യേക ഈറ്റ. മരത്തിന്റെ മണ്ടേ കയറി കിടക്കും. അപ്പൊ നമ്മൾ മണ്ട വെട്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അത് ഒത്തിരി ദൂരെ പോകണം. 1 മണിക്കൂർ നടന്നു വേണം പോയി എടുത്തോണ്ടിരും. അപ്പൊ നമുക്ക് തന്നെയൊന്നും അത്ര ദൂരം നടന്നു പോകാൻ പറ്റില്ല. അരിപ്പാറയുടെ തൊട്ടടുത്ത് പോകണം ഈറ്റ എടുക്കാനായിട്ട്. അല്ല, ഞങ്ങള് ഈറ്റയൊക്കെ എടുക്കാൻ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലാത്തപ്പോ ആണുങ്ങളുടെ അടുത്ത് വരും. അവര് പോയി എടുത്തോണ്ടിരും. പിന്നെ അവർക്ക് ശമ്പളം കൊടുക്കും. നിങ്ങൾക്ക് ബാംബു പ്രോഡക്ട്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചേച്ചിയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതൊക്കെ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ പെടുന്ന സ്ഥലങ്ങളാണ്. ഉടുമ്പന്നൂരാണോ? ഉടുമ്പന്നൂരാ. ഇതൊരു വഴി, ചെറിയൊരു വഴിയല്ലേ. ഇവിടെയൊക്കെ താമസിക്കുന്നവർക്ക് ഒരു വണ്ടി വരണമെന്നുണ്ടല്ലേ? പി.ജെ. ജോസഫ് MLA ഫണ്ട് ഉപയോഗിച്ച് വില്ലന്തണ്ട് റോഡ്. ഈ വഴി കാണാൻ നമ്മൾ പണ്ട് പ്ലാക്കത്തട പോയൊരു ഫീലല്ലേ? പ്ലാക്കത്തട ഇതില് ഇറക്കുവാ. പക്ഷെ ഏതാണ്ട് അതുപോലെ ഒരു ഇതുപോലെ തോന്നുന്നത്. അവിടെ നമുക്ക് കോൺക്രീറ്റ് വഴിയല്ലായിരുന്നു? അതും കോൺക്രീറ്റാ. പക്ഷെ ഇതിനേക്കാൾ ഇറക്കുക ഒരു പന. ഇവിടെയൊക്കെ വീടുകളുണ്ട്. എന്റെ പൊന്നെ, പിന്നെ വഴിയാട്ടോ. അപ്പൊ ഇത് പണ്ടത് മൺറോഡല്ലായിരുന്നു? മൺറോഡാണേല് എനിക്കൊരു ഗ്രാമത്തിൽ കൂടെ പോകുന്ന ഒരു ഫീല്. അപ്പൊ അതേ നമ്മള് മേളിൽ നിന്ന് ഉപ്പൂന്നിന്ന് ഇറക്കൊക്കെ ഇറങ്ങി നമ്മളൊരു പാലത്തിന്റെ അടുത്തെത്തി കേട്ടോ. ആറ്റുവഞ്ചി പൂക്കളും കാറ്റിലാടി ഉലഞ്ഞു എന്നുള്ള പാട്ടില്ലേ? അങ്ങനെ പാട്ടുണ്ടല്ലേ? മറ്റേ ഒരു പടത്തിനകത്തുണ്ടല്ലോ ആ സാധനം. ആറ്റുവഞ്ചി ഇത് കണ്ടോ? ഈ കാണുന്നതാണ് ആറ്റുവഞ്ചി. ഈ ആറ്റുവഞ്ചിയുടെ കമ്പ് കൊട്ടിട്ട് തുടക്കിട്ട് ഒറ്റ പൊട്ടിയിട്ട് കിട്ടിയാൽ നല്ല സുഖം. ഈ മണ്ണൊലിപ്പ് തടയും ഈ സാധനം. ആ കല്ലിനെയൊക്കെ പിടിച്ച് ഈ മഴക്കാലത്തെ ഈ സാധനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉരുള് പൊട്ടി വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ സാധനം ചൂടെ പറഞ്ഞു പോകില്ല. അതോട്ട് ഇങ്ങനെ നിൽക്കും. ഇവിടെ മുഴുവൻ ഈറ്റക്കാടല്ലേ?
ഒരുപാട് ഈറ്റ മരങ്ങൾ നിൽപ്പുണ്ട്. ആനക്കാട്ടിലോട്ട് കയറുന്ന പ്രതീതി കേട്ടോ. നോക്കിയേ, ഇതെങ്ങനെയാ ഈ വഴി അങ്ങോട്ട് കയറ്റാന്ന് തോന്നുന്നു കേട്ടോ. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് വഴിയെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല. അപ്പൊ നമുക്ക് ഈ മൺവഴിക്ക് നടന്നു പോയി നോക്കിയാലോ അല്ലേ? ഇത് എങ്ങോട്ടുള്ളതെന്ന് ആർക്കറിയാം, പോയി നോക്കാം. ഇവിടെ ഏലം നട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഉണങ്ങി കരിഞ്ഞിരിക്കും കേട്ടോ. ഇത് എങ്ങോട്ടുള്ള വഴിയാണെന്നൊന്നും അറിയത്തില്ല. മുകളിലോട്ടൊരു വീട്ടിലോട്ടുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. ഇത് ഇവിടെ റോഡ്. വെള്ളമില്ല കേട്ടോ. വെള്ളത്തിന്റെ കാര്യം ഈ വീടുകളിലെ നല്ല ശബ്ദം കേൾക്കാം. ശരിക്കും കാടിനടുക്കൊരു അവസ്ഥയല്ലേ. അതെ അതെ, നമ്മൾ ഈ മക്കുള്ളിയൊക്കെ പോയാലേ ഇതുപോലെ എന്തോരം സ്ഥലങ്ങളുണ്ടല്ലേ. കാട്ടിന് നടുവില് ശാന്തസുന്ദരമായ ഗ്രാമങ്ങൾ. ഇവിടെ മോട്ടറൊക്കെ വെച്ച് വെള്ളം അടിക്കുന്നുണ്ട്. ഏലം ഇത് അത്യാവശ്യം നല്ല വെള്ളം വരുന്ന ഒരു പുഴ കേട്ടോ. വലിയ വലിയ മരങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. ശരിക്കും കാട. ഇതിലെ തോട്ടിലോട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ടോ. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് കണ്ട തോടാ ഇത്. ഇവിടെയൊക്കെ മൊത്തം ഈറ്റക്കാടാണല്ലോ. ഇറ്റക്കാട് അടിപൊളി. തോടിന്റെ ആയിട്ടുള്ള കാഴ്ചകൾ. ഇതല്ലേ പാറയുടെ ഒക്കെ ഒരു ഷേപ്പ് നോക്കി. നല്ല വെള്ളം വരുന്ന സ്ഥലമാടാ. ഈറ്റ വെട്ടി വെള്ളത്തിൽ ഇട്ടേക്കുന്നുണ്ടോ. കാട്ടിക്കുട നടക്കുന്നൊരു പ്രതീതിയ. അങ്ങനെ നമ്മൾ ആ ചെറിയ പാലമൊക്കെ കടന്ന് ഒരു കയറ്റം കയറാൻ ആരംഭിച്ചിരിക്കുക. കോൺക്രീറ്റ് തീർന്നല്ലോ, മൺവഴിയായി. ഇത് എവിടം വരെ ഉണ്ടാവോ വഴി? ഇപ്പൊ നമ്മുടെ ബൈക്ക് കയറിക്കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമ്മൾ നടക്കുവാണേ. എവിടെയൊന്നും ആരുമില്ല. അങ്ങ് വഴി ഇങ്ങനെ കിടക്കുവാട്ടോ. വേണ്ടത് നമുക്ക് ഇവിടം വരെ ബൈക്ക് കൊണ്ടൊക്കെ വരാൻ പറ്റുള്ളൂ അല്ലേ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ആൾക്കാർ സാരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ കപ്പ നട്ടിട്ടുണ്ടേ. അപ്പൊ ഇവിടെയൊക്കെ കാട്ടുപന്നി ശല്യം ഉണ്ടെന്ന് തോന്നുന്നു. ഏലവും കാപ്പിയും കുരുമുളകും കൊക്കോയൊക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് പൂന്നിന് സമീപമുള്ള വില്ലന്തണ്ട്. അപ്പോൾ ഈ ഗ്രാമത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.